അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ഗസയെ ഏറ്റെടുത്തുകൊണ്ട്, ഗസയിൽ നിന്ന് ഫലസ്തീനികളെയൊക്കെ പുറത്താക്കിക്കൊണ്ട് ഗസയെ ഏറ്റെടുത്ത് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കും എന്നായിരുന്നു ട്രംപ് നേരത്തെ നിലപാടെടുത്തത്, പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നു. അതിന് പിന്നാലെ നിലപാട് അല്പം മയപ്പെടുത്തി. അതൊരു മാർഗ്ഗനിർദ്ദേശം, ഒരു നിർദ്ദേശം മാത്രമാണ്, അത് ആരെയും അടിച്ചേൽപ്പിക്കില്ല എന്നൊക്കെയായിരുന്നു ട്രംപ് പിന്നീട് പറഞ്ഞത്. പക്ഷേ ആ പദ്ധതി ട്രംപിൻ്റെ മനസ്സിലുണ്ട് എന്നത് ഉറപ്പാണ്. അത് തെളിയിക്കുന്നതാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ട്രംപ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ. AI വീഡിയോ ആണ്. ട്രംപ് ഗസ എന്ന പേരിലാണ് AI വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലുള്ളത് ഗസയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയുള്ള ഒരു വീഡിയോ തന്നെയാണ്. അത് തുടങ്ങുന്നത് ഗസയിലെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് നടുവിൽ നിന്ന് 2 കുട്ടികൾ കളിക്കുകയാണ്. വാട്ട് നെക്സ്റ്റ്, ഇനി എന്ത് എന്ന ചോദ്യത്തിൽ നിന്ന് ഗസ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നു. ആ വീഡിയോയിൽ ട്രംപുണ്ട്, ട്രംപിൻ്റെ സുഹൃത്ത് ഇലോൺ മസ്ക് ഉണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഉണ്ട്. വൻകിട കെട്ടിടങ്ങൾക്ക് നടുവിൽ, ബിൽഡിങ്ങുകൾക്ക് നടുവിൽ ട്രംപിൻ്റെ സ്വർണ്ണ പ്രതിമ. വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്ന ഇലോൺ മസ്ക്, നിശാ പാർട്ടിയിൽ സുന്ദരിമാരോടൊപ്പം നൃത്തം ചെയ്യുന്ന ട്രംപ്, ഏറ്റവും ഒടുവിൽ ബീച്ചിൽ കടൽക്കാറ്റിട്ട് ആസ്വദിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കുന്ന നെതന്യാഹുവും ട്രംപും. ആ വീഡിയോയോടെയാണ്, ആ ഒരു ദൃശ്യത്തോടു കൂടിയാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പറയുന്ന വരി ട്രംപ് ഗസ നമ്പർ 1 എന്ന വരിയോടുകൂടി ആ വീഡിയോ അവസാനിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയാകുന്നത്. ട്രംപ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ദൗസറ വീഡിയോ കണ്ടു കാണും. അത് ട്രംപിൻ്റെ മനസ്സിലുള്ള ഒരു ഗസയെ അങ്ങനെ സാക്ഷാത്കരിച്ചു എന്നാണോ? എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് AI വീഡിയോയിലൂടെ? ട്രംപ് ആ വീഡിയോ ഇട്ടത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദ്ധതിയായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുള്ളി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇടുന്ന വീഡിയോകൾക്കൊന്നും അങ്ങനെ എന്തെങ്കിലും ഗൗരവ സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ അത്ര പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ കരുതേണ്ടതേ ഇല്ല. അപ്പോൾ മുമ്പ് ഇതേ നെതന്യാഹുവിനെ പൂര തെറി പറയുന്ന വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനോഗ്രേഷൻ്റെ തലേദിവസമാണ്. SOB അത് പൂരത്തെറി പറയുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. 2017 ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഈ 27 അമേരിക്കൻ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും കൂടെ എഴുതിയ ഒരു കമ്പൈലേഷനാണ്. ദ ഡേഞ്ചറസ് കേസ് ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. കാരണം ഇയാൾ ലുനാറ്റിക്കാണ് എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. എന്താണ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് അമേരിക്കയിൽ വേറെ ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഒരാളെ, ഒരു പേഷ്യൻറ്റിനെ നേരിട്ട് പരിശോധിക്കാതെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഡിബേറ്റ്. എനിവേ, ഇങ്ങനത്തെ ഒരാളാണ്. അത് നമ്മൾ ഒരു വശത്ത് കാണും. രണ്ടാമത് ഗസയുമായി ബന്ധപ്പെട്ട് പുള്ളി പറഞ്ഞ കാര്യം, അതൊരു റിവേരിയ ആക്കും എന്നുള്ള ഒരു കാര്യം. അവിടുത്തെ ആളുകളൊക്കെ പോകുന്നു, അടിപൊളി സ്ഥലമാക്കാൻ പോകണം. ഞാൻ പറയാം, പലസ്തീൻ, ഈ പുതിയ പലസ്തീൻ എപ്പിസോഡിൽ പലസ്തീൻ കോസിനെ സംബന്ധിച്ചിടത്തോളം അതിനേറ്റവും ഉപകാരമുണ്ടാക്കിയൊരു പ്രസ്താവനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ട്രംപിൻ്റെ ആ പ്രസ്താവന യഥാർത്ഥത്തിൽ പലസ്തീനികൾക്ക് അങ്ങേയറ്റം ഉപകാരം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം ഗസയിൽ നിന്ന് ആളുകളെ റീലൊക്കേറ്റ് ചെയ്യാണ് ഈജിപ്തിലേക്കും ജോർഡനിലേക്കും. യു ടേക്ക് സം പീപ്പിൾ, യു ഹാവ് ഇനഫ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ടല്ലോ ജോർഡനോടും സിസിയോട്, ഈജിപ്തിലെ സിസിയോടൊക്കെ. അത് കഴിഞ്ഞിട്ട് നെതന്യാഹു പറയാണ്, പിന്നെ സൗദി അറേബ്യയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അവർക്ക് അവിടെ ഫലസ്തീൻ ഉണ്ടാക്കാം. ഇത് യഥാർത്ഥത്തിൽ ഈ ഫലസ്തീൻ കോസിനകത്ത് ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയൊരു സംഗതിയാണ്. കാരണം ഈ ഗസയിൽ ഈ കൂട്ടക്കുരുതിയും ഈ കൊടിയ ആക്രമണം നടക്കുമ്പോൾ സുഷുപ്തിയിലായിരുന്ന അറബ് മൊണാർക്കീസ്, അറബ് രാജ്യങ്ങൾ, അറബ് രാഷ്ട്ര തലവന്മാർ അവർ മൂട്ടിന് തീപിടിച്ച മാതിരി ചാടി എഴുന്നേൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒറ്റക്കുള്ള പ്രസ്താവന, സംയുക്ത പ്രസ്താവന, അപ്പുറത്ത് ഉച്ചകോടി ഇപ്പുറത്ത് ഉച്ചകോടി, ഇവരാകെ ബേജാറ് പിടിച്ച് ഓടുകയാണ്. അപ്പോൾ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലപാടിൽ അവർ ഒറ്റക്കെട്ടായി എത്തുന്നു. കാരണം ഇത് ഞങ്ങളുടെ തലയിലേക്ക് വന്ന് വീഴുകയാണ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഉറക്കം കെടുത്തും. ഈ അറബ് മൊണാർക്കീസ് എല്ലാം നിലനിൽക്കുന്നത് നമുക്കറിയാം. അവിടുത്തെ എല്ലാം ജനഹിതത്തിനെതിരായിട്ടാണ്. അറബ് സമൂഹങ്ങൾ സമ്പൂർണ്ണമായി ഫലസ്തീനൊപ്പം നിൽക്കുകയും അറബ് രാഷ്ട്രത്തലവന്മാർ ഫലസ്തീനൊപ്പം നിൽക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് അറബ് പൊളിറ്റിക്സിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക, ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആശ്രിതത്വത്തിൽ, സപ്പോർട്ടിൽ അവരുടെ വായ്പിൽ കഴിഞ്ഞുകൂടുന്ന ഭരണകൂടങ്ങളാണ്.
അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം പലസ്തീനികളെ അവിടുന്ന് കുടിയൊഴിപ്പിച്ച് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുകയാണെന്നൊരു വിഷയം വരുമ്പോൾ അവിടെ അത് അതിഭയങ്കരമായ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ അറബ് ഭരണകൂടങ്ങളെല്ലാം CC ആകട്ടെ, മറ്റേ ജോർഡനിലെ രാജാവട്ടെ, ഇവരെല്ലാം പൊടുന്നനെ സടകുടന്ന് കഴിഞ്ഞിട്ട് ഇതിന് രംഗത്ത് വരുന്നത്. അപ്പം എന്താണ് ഇപ്പോൾ സൊല്യൂഷൻ എന്താണ് ബാക്കിയുള്ളത്? ഫലസ്തീൻ പ്രശ്നം അവിടെ തന്നെ പരിഹരിക്കണം. ജോർഡൻ വിദേശകാര്യമന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, ഗസയിലെ ആളുകൾ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റീലൊക്കേറ്റ് ചെയ്യുന്നത് എവിടേക്കാണ്? അഷ്ദോദിലേക്കാണ്, അഷ്കലോണിലേക്കാണ്, ഹൈഫയിലേക്കാണ്. കാരണം ഇതൊക്കെ ഇസ്രായേലി നഗരങ്ങളാണ്. അവിടുന്ന് അഭയാർത്ഥികളായി വന്ന ആളുകളാണ് ഗസയിൽ താമസിക്കുന്നത്. അപ്പോൾ അവർ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഗസയിൽ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ ഹൈഫയിലേക്ക് മാറ്റും, അഷ്കലോണിലേക്ക് മാറ്റും, അഷ്ദോദിലേക്ക് മാറ്റും. ഇങ്ങനെയൊക്കെ ഒരു ജോർഡൻ പൊളിറ്റീഷ്യൻ പറയണമെങ്കിൽ അത്രത്തോളം അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ നടക്കാൻ പോകണമല്ല കാര്യമല്ല അവിടെ റീലൊക്കേറ്റ് ചെയ്യാൻ. പക്ഷേ അത് അങ്ങേയറ്റം ഫലസ്തീൻ കോസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗുണകരമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെയാണത് ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറാണ്. എല്ലാ കാര്യങ്ങളെയും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറുടെ ഒരു പെർസ്പെക്റ്റീവിൽ കാണുക, ഒരു ഡീൽ നടത്തുക, ഇതെല്ലാം പരിപാടി. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം ഏതാണ്ട് ഒരു ഡസനോളം പുസ്തകം ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ പുസ്തകം 87 എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്താ അറിയോ? ദ ആർട്ട് ഓഫ് ദ ഡീൽ എന്നാണ്. പുസ്തകം ബെസ്റ്റ് സെല്ലറായിരുന്നു കേട്ടോ, ആ വർഷത്തെ അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലറായിരുന്നു. ദ ആർട്ട് ഓഫ് ദ ഡീൽ എന്നാണ് പുസ്തകത്തിൻ്റെ. ആ പുസ്തകത്തിൽ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലെ സന്തോഷം അതിലുള്ള ലാഭമല്ല, ഒരു ഡീൽ എനിക്ക് നൽകുന്ന ഉന്മാദമുണ്ട്, ആ ഉന്മാദത്തിലാണ് എൻ്റെ ആഹ്ലാദം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വാചകം 2004 പുള്ളി പിന്നെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, പിന്നെ ഹൗ ടു ബിക്കം റിച്ച് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ ഈ വാചകം എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളിയെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകമാണത്. ഈ ഡീൽ ഉണ്ടാക്കുന്ന ഉന്മാദം നോക്കൂ. ഇന്നലെ കണ്ടില്ലേ യുക്രൈൻ പ്രശ്നത്തിൽ? യുക്രൈൻ പ്രശ്നം അവസാനം എവിടെ എത്തിയിരിക്കുന്നത്? യുക്രൈനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഡീലിലേക്ക് എത്തുകയാണ്, മിനറൽ ഡീൽ. ഇങ്ങനെ സെലൻസ്കി പോയി ഒപ്പിടാൻ പോവുകയാണ്. എന്താ ഡീൽ? അവിടെ ലിഥിയം ഉണ്ട്, ആ ലിഥിയം ഖനനം ചെയ്യാനുള്ള ഡീൽ. അപ്പോൾ അതിലാണ് 50,000 കോടി ഡോളർ എങ്ങാണ്ടാണ് അമേരിക്കക്ക് കിട്ടേണ്ടത്. എന്താ പരിപാടി? നമ്മളെ സപ്പോർട്ട് തുടരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മിനറൽ ഡീൽ എത്തണം. ആ ഡീൽ കൊണ്ടുള്ള ഗുണം ആലോചിക്കുക. ഒന്ന്, അമേരിക്ക യുക്രൈന് വേണ്ടി ചിലവഴിച്ച പണം മുഴുവൻ തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ പറയുന്ന ലിഥിയം ഇനിയുള്ള കാലത്ത്, പ്രത്യേകിച്ച് ഈ ബാറ്ററിയുടെ കാലത്തേക്ക് പോവുകയാണ്, ഈ മിനറൽസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ 75% ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് ചൈനയാണ്. ചൈനക്ക് നല്ലൊരു അടി കൊടുക്കാൻ പറ്റും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മികച്ച ആക്സസ് കിട്ടാൻ പോകുന്നു, പണം ലഭിക്കാൻ പോകുന്നു. അപ്പോൾ യുക്രൈന് കുഴപ്പമില്ല, യുക്രൈൻ ചൊടിക്കാതെ യുക്രൈനെ നിലനിർത്താനും പറ്റും, യുക്രൈനുള്ള ബന്ധം നിലനിർത്താനും പറ്റും. ഇതാണ് പരിപാടി. ഇനി ഇതിൻ്റെ ഡീലിന് വേറൊരു ഭാഗമുണ്ട് കേട്ടോ, യുക്രൈനെ ബന്ധപ്പെട്ട്. ഇപ്പം റഷ്യയുമായിട്ടും പുള്ളി സംസാരിക്കുകയാണല്ലോ. ഇവിടെ നമ്മൾ ഇസ്രായേലിൻ്റെ ഇതിൽ കാണേണ്ട കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസ എന്നുള്ളത് അവരുടെ ഏരിയ അല്ല. ശരിക്കും ഗസ അവർക്ക് അത്ര താല്പര്യമുള്ള വിഷയമല്ല. ഗസയ്ക്കെതിരെ അവർ യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗസയിൽ നിന്ന് ഇവർക്ക് ആക്രമണം ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം വെസ്റ്റ് ബാങ്കാണ്. വെസ്റ്റ് ബാങ്ക് ഇസ്രായേലുമായിട്ട് ചേർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നെതന്യാഹു അടക്കമുള്ള അവിടുത്തെ ഫാർ റൈറ്റിൻ്റെ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വെസ്റ്റ് ബാങ്ക് എന്ന വാക്ക് പോലും ഉപയോഗിക്കില്ല, ജുഡൈ സമേറിയ എന്നാണ് ഉപയോഗിക്കുക. ഈ ജുഡൈ സമേറിയ എന്ന് പറയുന്നത് അവരുടെ ഈ തോറയിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ഇത് കൾച്ചറലി, ട്രഡീഷണലി, റിലീജിയസ്ലി പാർട്ട് ഓഫ് ഇസ്രായേൽ എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ജുഡൈ സമേറിയ കൂടെ ചേരുമ്പോഴേ ഇസ്രായേൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ബാങ്കിനെ അനക്സ് ചെയ്യുക എന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ട്രംപ് പറയുന്നുണ്ട്, അദ്ദേഹം ചാർജ് എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം പറയുന്നുണ്ട്, പുള്ളിയുടെ മേശ ഇങ്ങനെ കാണിച്ചിട്ട് ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പറയും, നോക്കൂ ഈ മേശ ഇതാണ് മിഡിൽ ഈസ്റ്റ്. എന്നിട്ട് പുള്ളി പേന എടുക്കുകയാണ്. ഈ പേനയുടെ തുഞ്ചിങ്ങനെ കാണിച്ചിട്ട് ഇതാണ് ഇസ്രായേൽ. ദേ ഡോണ്ട് ഹാവ് ലാൻഡ്സ്. മിഡിൽ ഈസ്റ്റ് ഇസ് എ വാസ്റ്റ് ലാൻഡ്, സോ ദേ നീഡ് ലാൻഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭൂമി ഈ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിലേക്ക് അനക്സ് ചെയ്യുക എന്നുള്ള ഇസ്രായേലിൻ്റെ ലക്ഷ്യത്തിൽ സഹായിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ ഈ ജൂയിഷ് ലോബി ഗ്രൂപ്പുകൾക്ക് ട്രംപ് വാക്ക് കൊടുത്തതാണ്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ
ഡീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ യുക്രൈനിൽ നിന്ന് അനക്സ് ചെയ്തിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ, കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല എന്ന് റഷ്യയോട് പറയും. പകരം വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ അനക്സ് ചെയ്യുമ്പോൾ നിങ്ങളും ഉണ്ടായിരിക്കണം. കാരണം നേരത്തെ UN ഇതുള്ളതാണ്. UN ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷനെതിരെ വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു ഡസനോളം UN പ്രമേയങ്ങളിലാണ്. അപ്പോൾ വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന യുക്രൈൻ്റെ സ്ഥലങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ വെച്ചോളൂ, അത് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, ഡീൽ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഡീലുകളാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഗസ എന്നുള്ളത്, ഗസയെക്കുറിച്ച് ഇതെങ്ങനെ പറയുന്നത്, അത് ആളുകൾ ശ്രദ്ധ മാറ്റാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡീലിൽ എപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മളെ ഈ ഡൽഹി കരോൾ ബാഗിലൊക്കെ നമ്മൾ പോയിട്ട് ഡ്രസ്സൊക്കെ മേടിക്കുമല്ലോ, 200 രൂപയുടെ ഡ്രസ്സിന് 600 രൂപയാണല്ലോ പറയാം. പിന്നെ ഈ ബാർഗനിങ് നടത്തിയല്ലേ മേടിക്കുന്നത്. ഇതേമാതിരിയുള്ള ഗസയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുക എന്നുള്ളതാണ് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഈ ഡീലുകൾ വെച്ചിട്ടുള്ള ഒരു കളിയാണ് അദ്ദേഹം മുന്നിൽ കാണുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡീലുകളിലൂടെ അങ്ങനെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും കേട്ടോ. അദ്ദേഹം തന്നെ പരിഹരിച്ചിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മൊറോക്കോ ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷനിലേക്ക് വരുന്നത് ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിലിരിക്കുമ്പോഴാണ്. അതെന്തായിരുന്നു അറിയോ? മൊറോക്കോയ്ക്ക് അവിടെ വെസ്റ്റേൺ സഹാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമുണ്ട് മൊറോക്കോയിൽ. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ട്, പോളസാരിയോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വെസ്റ്റേൺ സഹാറ മൊറോക്കോയുടെ ഭാഗമാണോ എന്നുള്ളത് ഒരു ഡിസ്പ്യൂട്ടഡ് ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ അമേരിക്ക പൊസിഷൻ എടുക്കുകയാണ്. വെസ്റ്റേൺ സഹാറ ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മൊറോക്കോ എന്ന നിലപാട് അമേരിക്ക സ്വീകരിക്കുകയും വെസ്റ്റേൺ സഹാറയുടെ മേലുള്ള മൊറോക്കോയുടെ സോവറിനിറ്റി അമേരിക്ക അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പകരം എന്ത് ചെയ്യണം? നിങ്ങൾ ഇസ്രായേലുമായിട്ട് നോർമലൈസേഷനിലെത്തണം, ഡീൽ ഡൺ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്ത് നടപ്പിലാക്കിയ ഒരു ഇതുണ്ട്. അപ്പോൾ അതേമാതിരി പലസ്തീൻ പ്രശ്നവും പരിഹരിക്കാം എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിചാരിക്കുന്നത്. അതിൻ്റെ നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ പലസ്തീൻ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമല്ല. അതിന് ചരിത്രത്തിൽ വലിയ ആഴങ്ങളുള്ള പലതരം മാനങ്ങളുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഡീലുകളിലൂടെയോ അല്ലെ സൈനിക നീക്കങ്ങളിലൂടെയോ സാമാന്യമായിട്ട് ലോകരാഷ്ട്രീയത്തിന് പരിചിതമായിട്ടുള്ള നടപടികളിലൂടെയോ പരിഹരിക്കാവുന്നൊരു പ്രശ്നമായിരുന്നു പലസ്തീൻ പ്രശ്നമെങ്കിൽ 75 വർഷമായി അതിങ്ങനെ നിൽക്കുമായിരുന്നില്ല. അത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സംഗതിയാണ്. ഒരു ജനത അവരുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി 75 വർഷമായി സങ്കല്പിക്കാൻ പറ്റാത്ത ദുരിതങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പൊരുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലോക ചരിത്രത്തിലില്ലാത്തതാണ്. പലസ്തീൻ പ്രശ്നം പലസ്തീൻ സ്വതന്ത്രമായി മാത്രം പരിഹരിക്കപ്പെടുന്നതാണ്. അതല്ലാത്ത ഒരു ഡീലും സാധ്യമല്ല എന്നുള്ളതാണ്. യെസ്, അജിംസ്, ഒരു ഡീലിൻ്റെ ഭാഗമായുള്ള വീഡിയോ ആണ്, അതൊരു ട്രംപിൻ്റെ തമാശയായി കണ്ടാൽ മതിയോ? അതിന് ഡീൽ എന്ന് പറയുമ്പോൾ ഈ ജിയോ പൊളിറ്റിക്സിൽ ഡീൽ എന്ന പദം എത്രമാത്രം അതിനോട് യോജിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഡീൽ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ കാര്യത്തിലാണ് ഡീൽ. ട്രംപിൻ്റെ സംസാര ഭാഷ തന്നെ കച്ചവടക്കാരൻ വരെയാണല്ലോ. യു ടേക്ക് ദിസ്, ഐ ടേക്ക് ദിസ്, അങ്ങനെയാണല്ലോ അത് പറയാം. അപ്പോൾ അത് ഈ ജിയോ പൊളിറ്റിക്സിൽ തീരെ പറ്റാത്തൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല നമ്മളെ യുക്രൈനിൻ്റെ കാര്യത്തിൽ നമ്മളന്ന് സംസാരിച്ച് പറഞ്ഞു, ഒരു ഫോഴ്സ്ഡ് ഡീൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും സാഹചര്യത്തിലും സാധ്യമാവുന്നതല്ല എന്നുള്ളതാണ്. ഫോഴ്സ് ഡീൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ചിലപ്പോൾ യുദ്ധം നിൽക്കും, പക്ഷെ അത് വീണ്ടും പൊട്ടിപ്പുറപ്പെടും. ഇപ്പോൾ മൊറോക്കോയുടെ ഉദാഹരണം ദാവൂദ് പറഞ്ഞല്ലോ, അതൊരു ഫോഴ്സ്ഡ് ഡീലാണ്. അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക, ഇത് നിങ്ങൾ വച്ചോ, പകരം അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോർമലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഡീലിൻ്റെ ഭാവി എന്താണ്? മൊറോക്കോ നോർമലൈസ് ചെയ്തിട്ടുള്ള പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? സൗദിയെ അബ്രഹാം അക്കോർഡിലേക്ക് വലിച്ചുകൊണ്ട് വന്നു, ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഫോഴ്സ് ഡീൽ എപ്പോഴും പരാജയപ്പെട്ട ഉദാഹരണങ്ങളാണ്. ഞാനിതിനെ വേറൊരു ആംഗിളിലാണ് കാണുന്നത്. അപ്പോൾ ആ പുറത്തുവന്ന വീഡിയോയെക്കുറിച്ച് ദിവ്യ പറഞ്ഞല്ലോ, അതിൽ ബിക്കിനിട്ട സ്ത്രീകളോടൊപ്പം നൈറ്റ് ക്ലബ്ബിൽ ഡാൻസ് ചെയ്യുന്ന ട്രംപ്, അത് സുന്ദരികളല്ല ഡാൻസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം, താടി വെച്ച പുരുഷന്മാരാണ്. സുന്ദരികളുടെ ശരീരമുള്ള താടി വെച്ച പുരുഷന്മാരാണ് ട്രംപിപ്പം ഡാൻസ് ചെയ്യുന്നത്. അവരുടെ തലയിലെ കെട്ട് പച്ച നിറത്തിലുള്ളതാണ്. ദാറ്റ് മീൻസ് ഹമാസുകാരൊക്കെ നാളെ വന്ന് ഞങ്ങളുടെ നൈറ്റ് ക്ലബ്ബിൽ ബെല്ലി ഡാൻസ് ചെയ്യേണ്ടി വരും എന്നാണ് അതിൻ്റെ അർത്ഥം. ആക്ച്വലി ആ വീഡിയോ ഉണ്ടാക്കിയത് ട്രംപ് അല്ല, അത് ഇസ്രായേലിൽ നിന്ന് തന്നെ കുറച്ച് സിയോണിസ്റ്റുകൾ ഉണ്ടാക്കിയൊരു വീഡിയോ അദ്ദേഹം ഷെയർ ചെയ്തതാണ്. അതിൽ ഭയങ്കര സൂക്ഷിച്ച് നോക്കിയാൽ ഭയങ്കര രസകരമായ കുറേ കാര്യങ്ങളുണ്ട്. അതായത് സാൻഡ്വിച്ച് കഴിക്കുന്ന എലോൺ മസ്ക്, നെതന്യാഹു ബീച്ചിൽ കിടന്ന് വെയിൽ കൊള്ളുന്നു, ഭയങ്കര തമാശയുള്ള സാധനമാണ്. ഞാൻ ഈ ട്രംപിൻ്റെ പ്രസ്താവനകളെ ഞാൻ വേറൊരു രീതിയിൽ കാണാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ബാർ പൂട്ടിയൊരു സംഭവം ഓർമ്മയുണ്ടാവും. അപ്പോൾ
കുറേയധികം ബാറുകൾ അടച്ചുപൂട്ടണം എന്നുള്ളത് പറഞ്ഞു. അതായത് ക്വാളിറ്റി ഇല്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടണം എന്നൊരു നിലപാട് അല്ല ഒരു റിപ്പോർട്ട് വരുന്നു, എക്സൈസ് കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി വി എം സുധീരൻ വലിയ തോതിൽ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി പെട്ടെന്ന് എന്ത് ചെയ്ത് എന്നാൽ എല്ലാ ബാറും അടച്ചുപൂട്ടിയേക്ക് എന്ന് പറയുകയാണ്. അതൊരു റിയാക്ഷനാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ട് ചെയ്യുന്നതല്ലോ. ഉമ്മൻചാണ്ടി ആ ചെയ്യുന്നത് സുധീരനോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പിന്നെ ഒരു ബാറും വേണ്ട, എല്ലാം അടച്ചുപൂട്ടിയേക്കുക. ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നെതന്യാഹുവിന് കൊടുക്കുന്ന പണിയാണെന്നാണ്. അതായത് ഗസ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ളത് നെതന്യാഹുവിൻ്റെ യുദ്ധത്തിന് മുമ്പുള്ള ആവശ്യമാണ്. അപ്പോൾ അതിനോട് എന്ത് ചെയ്യാൻ കഴിയില്ല, ട്രംപിന് അത് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ അങ്ങോട്ട് വഷളാക്കി വിടുക. അത് ഗസ ഇവാക്യുവേഷൻ എന്നുള്ളത് ഒരു കാലത്തും സാധ്യമല്ലാത്ത വിധം വഷളാക്കുക. അതിനിപ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള വീഡിയോ ഇട്ടാൽ മതി. ഈ ഒരു സംഭവമില്ലേ, ഇപ്പോൾ ഈ സംഭവത്തിനോട് സാമാന്യ ബുദ്ധിയുള്ള ഇസ്രായേലിൽ തന്നെയുള്ള സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരെന്നായിരിക്കും പറയാം, യാഗന്ത പ്രാന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ ഗസ ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന അഭിപ്രായമുള്ള തീവ്ര വലതുപക്ഷക്കാരെന്ത് ഈ വീഡിയോ കണ്ടിട്ട് എന്തായിരിക്കും പറയാം, ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഷെയർ ചെയ്യേണ്ട വീഡിയോ ആണത്. അത് അസാധ്യമായ കാര്യമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ഇത് പറയുന്നത് നെതന്യാഹുവിന് പോലും അറിയാം. ഈ ഗസ ഇവാക്യുവേഷൻ എന്നുള്ള അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതൊരു വഷളാക്കി ഇല്ലാതാക്കുക എന്നുള്ള ട്രംപിൻ്റെ ശ്രമമാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, വെസ്റ്റ് ബാങ്കിൻ്റെ എന്താ സാഹിബ് പറഞ്ഞു, ഈ ഗസയേക്കാൾ വെസ്റ്റ് ബാങ്ക് പ്രധാനമാവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം നടക്കുന്നുണ്ട്. അവിടുത്തെ കുടിയേറ്റ വ്യാപനം ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ കയറി ബോംബിടുന്നു, ഗസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, മനുഷ്യരെ കൊല്ലുന്നു, അവിടെ മുഴുവൻ ഇടിച്ച് തരിപ്പണമാക്കുന്നു. അതിനോടുള്ള റിയാക്ഷൻ പോലെയല്ല വെസ്റ്റ് ബാങ്കിലെ റിയാക്ഷൻ. വെസ്റ്റ് ബാങ്കിൽ ഒരു കുടിയേറ്റ വ്യാപനം പോലും നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. വെസ്റ്റ് ബാങ്കിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ ചലനങ്ങളോടും യൂറോപ്യൻ രാജ്യങ്ങൾ അതിശക്തമായിട്ടാണ് പ്രതികരിക്കുക. അതായത് ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ, അമേരിക്ക ആവട്ടെ, വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ അതിശക്തമായിട്ട് എതിർക്കും. കാരണം അത് UN അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഗസയിലെ ആക്രമണം ഒരു യുദ്ധമായി പോർട്രേറ്റ് ചെയ്യുന്ന ലോകരാജ്യങ്ങൾ വെസ്റ്റ് ബാങ്കിൽ ഒരു കല്ലുരുണ്ടാൽ അതിനെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ടാണ് കാണുക. അപ്പോൾ വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യാം, ഗസ വിടാം എന്ന് പറഞ്ഞാൽ പോലും അതിനെ ട്രംപ് എത്രമാത്രം പിന്തുണയ്ക്കും. ഇപ്പോൾ റഷ്യയോട് മിണ്ടരുതെന്ന് പറയുന്നു. ഇപ്പോൾ യുക്രൈൻ്റെ വിഷയത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ കയറുമ്പോൾ മിണ്ടരുത് റഷ്യ എന്ന് പറയും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടോ? ട്രംപ് യഥാർത്ഥത്തിൽ ഇപ്പോൾ SOB എന്ന ഒരു പച്ചത്തേറി വിളിച്ച നെതന്യാഹുവിനെ കുറിച്ചുള്ള പോസ്റ്റ് ഷെയർ ചെയ്യുന്ന അതേ ട്രംപ് തന്നെയാണ് നിങ്ങൾ വെസ്റ്റ് ബാങ്കിൽ കയറി അടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇപ്പോൾ നെതന്യാഹു എങ്ങനെയായിരിക്കും വിശ്വസിക്കുക ട്രംപിനെ? എന്നെ SOB എന്ന് വിളിച്ച ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത ട്രംപ് എന്നോട് വെസ്റ്റ് ബാങ്കിൽ കയറി കൊള്ളാൻ പറഞ്ഞു, ഞാൻ എന്നാൽ കയറി അടിച്ചു കളയാം എന്ന് ട്രംപ് പറഞ്ഞു എന്ന ധൈര്യത്തിൽ നെതന്യാഹു ചെയ്യും? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ഒരുതരം ബിസെയറായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിലെന്തെങ്കിലും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.